കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 24 അഥവാ സീസൺ 4 ഫൈനൽ എപ്പിസോഡിൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഈ വീഡിയോക്ക് ഒരു 1K ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ നമ്മൾ സീസൺ 5 എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആർത്തറുടെ ആ ഫൈറ്റിങ്ങിന് വേണ്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും അങ്ങനെ വന്ന് നിൽക്കുവാണ്. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, ഡാർവസ് നിന്നെ കൊണ്ട് പറ്റും, നീ കാണിച്ചോട്ട്, നിന്റെ ആക്സിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ഡാർവസിനായിരുന്നു കൂടുതൽ സപ്പോർട്ട്. അങ്ങനെ ആർത്തറും ഡാർവസും മുഖാമുഖം നിൽക്കുവാണ്. ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനിത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ ഈ ഒരു ഡ്യൂവലിന് വേണ്ടി എന്തെങ്കിലും പാർട്ടിക്കുലറുള്ള റീസൺ നിനക്കുണ്ടോ? ഉണ്ട്, അതൊരു മനുഷ്യൻ്റെ പ്രൈഡാണ്. ഇതേ കിടത്ത് സ്റ്റാൻഡേർഡ് അവളും തല കൈ വെച്ച് ചിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം പറയാം, തുടങ്ങുന്നതിന് മുമ്പ് റൂൾസ് ഒരു തവണയോടെ പറയാം. നിങ്ങളുടെ മാന യൂസേജ് സ്ട്രിക്ട്ലി ബോഡി അജ്യൂമിനേഷൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ആദ്യം തോറ്റു കൊടുക്കുന്നവനും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തവനായിരിക്കും ഇവിടെ തോൽക്കാൻ പോകുന്നത്. സോ നിങ്ങൾ രണ്ടുപേരും റെഡിയല്ലേ? ഡാർവസ് എന്തായാലും വളരെ കേപ്പബിൾ ആയുള്ള ഒരു സോൾജർ ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഇവനും അത്യാവശ്യം പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ആർത്തർ, നീ എന്തുമാത്രം സ്ട്രോങ്ങർ ആണെന്ന് ഈ ഫൈറ്റിൽ നമുക്കൊന്ന് കാണാം. അപ്പോൾ എങ്ങനെയാ, റെഡിയല്ല, തുടങ്ങിക്കൊന്ന് പറയുന്ന നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഡാർവസ് തൻ്റെ ആക്സുമായിട്ട് പെട്ടെന്ന് ആർത്തറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരും. എന്നിട്ട് അവിടുന്ന് ബാക്കിലേക്ക് പോയി ഒരു സർപ്രൈസ് അറ്റാക്ക് പോലെ ചെയ്യാൻ പോകുന്ന ടൈമിൽ ആർത്തർ പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. അവൻ നേരെ ബാക്കിലേക്ക് എടുത്ത് ചാടി, ഡാർവസ് നീ ഇത് എന്ത് കോപ്പം കാണിക്കാണ്, ബാക്കിലേക്ക് പോകാതെ അവൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നോക്ക്. ഈ ടൈമിൽ തന്നെ ഡാർവസ് കിടന്ന് കാണുന്നുണ്ട്, മിണ്ടായിരിക്കട നായകളെ. എന്നാൽ ഇതെല്ലാം കാണുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് പറയുകയും ചെയ്യും, ഡാർവസിനെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒരു A-class മാനബീസിനെ വരെ വളരെ ക്രൂവലും എഫിഷ്യൻസി ആയിട്ട് അവൻ കൊല്ലാറുണ്ട്. ഇതിനു മുമ്പ് പല അഡ്വഞ്ചേഴ്സായിട്ട് അവൻ ഫൈറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവൻ്റെ ക്ലാസ്സിലുള്ളതും അവനെക്കാട്ടും വലിയവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം അവൻ്റെ മുഖത്ത് ആ ഒരു ചിരി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പാടുന്നില്ല. ഡാർവസ്, ആ ബാറ്റിൽ ഹംഗ്രിയായ ഡാർവസ് തന്നെ ഇപ്പോൾ അവൻ്റെ മുഖത്ത് പേടി കാണിക്കുവാണ്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ വീണ്ടും ആർത്തറുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഡാർവസ് ഒത്തിരിയധികം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അറ്റാക്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ആർത്തർ ഇങ്ങനെ ഡോഡ്ജ് ചെയ്ത് മാറുവാണ്. ആൻഡ് കറക്റ്റ് ടൈമിൽ അവനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഡാർവസിൻ്റെ അറ്റാക്ക് തൻ്റെ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് അവൻ്റെ നേരെ ഒരു കീടിലും പഞ്ചങ്ങോട്ട് ചെയ്യാം. അവൻ തെറിച്ച് ബാക്കിലേക്ക് പോകുന്നുമുണ്ട്. ഇവൻ്റെ റിയാക്ഷൻ സ്പീഡ് അത് മോൺസ്റ്ററിന് തുല്യമാണ്. എന്തായാലും നീ ഇത് തിന്നൊന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് താഴത്തുള്ളൊരു കല്ലെടുത്ത് അവനെ നേരെ അടിച്ചിടുകയും ചെയ്യും. പക്ഷേ അത് പൊട്ടിക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഡാർവസ് അവൻ്റെ പുറകിൽ വന്ന് ആർത്തനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡാർവസിൻ്റെ അറ്റാക്ക് ആർത്തൻ്റെ തൊട്ടടുത്തതിന് മുമ്പ് അവൻ നേരെ താഴത്തേക്ക് ഡോഡ്ജ് ചെയ്ത് ബാക്കിലേക്ക് വന്ന് ഇഷ്ടം പോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തൊട്ട് ഫ്രണ്ടിൽ വന്ന് അവൻ്റെ ശരീരത്തിൽ ഫുള്ള് കൗണ്ട്ലെസ് ആയുള്ള അറ്റാക്ക് ചെയ്ത് ആർത്തർ നേരെ മുന്നിലേക്ക് വരും. ഈ സമയത്ത് ഡാർവസിൻ്റെ കൈയും കായൊക്കെ നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ആക്സും തൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ്. പിന്നെ ബാക്കിയുള്ളവർ നോക്കാനടുത്ത് ഡാർവസ് പതുക്കെ നേരെ താഴത്തേക്ക് വീഴുവാണ്. എല്ലാവരും ഞെട്ടിത്തെറിച്ചു. അല്ല, അവൻ്റെ മാന ഫ്ലോ അത് റപ്ചർ ആയോ? നീ പറയുന്നത് അവൻ്റെ മാന ചാനൽസ് അത് ബ്ലോക്ക് ആയെന്നാണോ? അല്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ട് മാന ഫ്ലോയുടെ അനാറ്റമി. ആ പോയിന്റ് എന്നൊക്കെ പറയുന്നത് അത് നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആണ് അജൂമിനേറ്ററിൻ്റെ സ്ട്രെങ്ത് കാരണം. അവനത് സിമ്പിളായിട്ട് തന്നെ എല്ലാം നോക്കി അറ്റാക്ക് ചെയ്തു. ഇവനൊട്ടും നിസാരക്കാരനല്ലേ. ഞാൻ ശരിക്കും അമേസിംഗ് ആയുള്ളൊരു കാര്യമാണ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളത്. അല്ല, ഇതെന്ത് കോപ്പാണ്, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. നിനക്കൊരു കുഴപ്പമില്ല, നിനക്കൊന്നും പറ്റത്തുമില്ല അല്ലേ ആർത്തർ? ഈ ടൈമിൽ അവരെല്ലാം തിരിഞ്ഞു നോക്കാറത്ത് സാലക്കുന്നുണ്ട്. അല്ല, നിങ്ങളിതിപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ വീരനും അതേപോലെ തന്നെ മറ്റാശ്വരനെ അവിടെ കാണുന്നത്. നെക്സ്റ്റ് സെക്കൻഡിൽ അവരെല്ലാവരും കൂടെ ഒരു ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആർത്തൻ്റെ കഴുത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് വന്നത്? നീ വന്നിട്ട് എന്നോട് പറഞ്ഞില്ല എന്ന് നോക്കിയിട്ട് ആർത്തൻ്റെ നേരെ ചാടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആൾഡർ പറയുന്നുണ്ട്, ആർത്തർ, ലേഡി സിൽവി, നിങ്ങൾ രണ്ടുപേരും ശരിക്കും ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. പിന്നല്ല, ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നീ വരുമെന്നുള്ള മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അല്ല, പിന്നെ ടെസിയ നിന്ന സ്ഥലത്തേക്ക് നീ ഇവിടേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു അത് വിൻ ചെയ്തായിരിക്കുമെന്നാണ്. അല്ലെങ്കിൽ അവൻ്റെ ഹ്യൂമർ കുറച്ച് അങ്ങനെയാണല്ലോ, അവൻ ഇങ്ങോട്ട് തന്നെ വിട്ടിട്ടുള്ളത്. പിന്നെ അത് കുറച്ച് സർപ്രൈസിങ് ആയിട്ട് കേട്ടോ, അത്രത്തോളം S-class മ്യൂട്ടനെ നീ ഹൺ ചെയ്തത്. അല്ല, ഞാൻ വന്നപ്പോൾ അവിടെ കുറേ അധികം മീസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ നോക്കിയില്ല, അതിനങ്ങോട്ട് പിടിച്ച് കിട്ടുമായിരുന്നു. അപ്പോൾ നീ പറഞ്ഞ സത്യമായിരുന്നു, അതിനെല്ലാം നീ തന്നെയാണല്ലോ പിടിച്ച് കെട്ടിയത്. ഓക്കെ. അല്ല, അപ്പോൾ ഡോറോ നീ അതെങ്ങനെയാണ് തുറന്നത്? ടെസിയ, ഞങ്ങൾക്ക് കുറച്ച് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ആർത്തനുമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നീ തൽക്കാലം പൊക്കെ. അല്ല, അപ്പോൾ നമ്മൾ പോകുവാണോ? ഇല്ല, നീ ഇവിടെ തന്നെ നിൽക്കും, ഞങ്ങളാണ് പോകാൻ പോകുന്നത്. അതുകൊള്ളാം, ആർത്തർ വന്നതേ മണിക്കൂറുകൾ പോലും അല്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾ അവനെ കൊണ്ടുപോകണം. ടെസിയ, നീ എന്താണ് ഈ പറയുന്നത്?
ടെസിയ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതൊരു ഡഞ്ചൻ ക്ലിയർ ചെയ്ത കാര്യമാണ്. അത് മാത്രമല്ല ഈ ഡഞ്ചൻ ക്ലിയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും ഇനി പല പല സ്ഥലത്തേക്ക് പോകാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെല്ലാം നിങ്ങൾ മറന്നുപോയോ? നീ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനല്ലേ? നമ്മൾ പറഞ്ഞതൊന്നും ഓർമ്മയില്ല. പെട്ടെന്ന് ടെസിക്ക് ചെറുതായിട്ട് സങ്കടം വരും. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ ആൾ പറയും ചെയ്യും, എൻ്റെ സ്ട്രെങ്ത് കൊണ്ട് ഈ ബാറ്റിൽ ഫീൽഡ് എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത്ര ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. കമാൻഡർ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൾ നേരെ സെല്യൂട്ട് അടിക്കുന്നുണ്ട്. എക്സാക്ട്ലി അത് തന്നെയാണ് നീ ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്യും, എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ടെസിയ, നീ കഴിഞ്ഞ മാസങ്ങൾ വെച്ച് നോക്കാട്ട് ശരിക്കും സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. നീ ഇതേപോലെ തന്നെ മോൾഡ് ചെയ്യേണ്ടതാണ്. മാസ്റ്റർ, എനിക്കത് മനസ്സിലായി. മാസ്റ്ററോ? ലോർഡ് അൾനീർ അവളെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയോ? അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ അവർ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് ആർ തന്നെ കണ്ട് പെട്ടെന്ന് സല്യൂട്ട് അടിക്കുന്നുണ്ട്. നീ എന്ത് കോപ്പരാണ് അവനെ സല്യൂട്ട് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആർ തന്നെ നേരെ കളിയാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അവർ 3 പേര് ഒരു ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു വന്നതാണ്. ഈ ടൈമിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അല്ലടി നീ എന്താണ് ടെസ്റ്റിനോട് മിണ്ടാഞ്ഞത്? ഓ, ഒരു ലേഡിക്ക് 2-3 സീക്രട്ടൊക്കെ വേണ്ടേ? ഓ, നീ ഇപ്പം ലേഡിയാണല്ലേ? ആ, ഒരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ടൈം കാണാത്ത ഞാൻ ടെസ്സിനെ ശരിക്കും സർപ്രൈസ് ചെയ്തോളാം. അത് കഴിഞ്ഞ് അവർ ആ ഗേറ്റിൻ്റെ അകത്ത് നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ആർത്തർ ഒരു കാഴ്ച കാണും. ഒരു വലിയൊരു രൂപം ആർത്തൻ്റെ തൊട്ട് സൈഡിൽ നിപ്പോണ്ട്. പെട്ടെന്നായിരുന്നു ഭൂന്ന് പറഞ്ഞ് ആൾ നേരെ ചാടി വരുന്നത്. എന്നിട്ട് ആർത്തൻ്റെ അടുത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അതാട്ടെ നമ്മുടെ എലിയായിരുന്നു. ആർത്തറും കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിരുന്നു. വെൽക്കം ബാക്ക് ബ്രദർ എന്ന് പറഞ്ഞിട്ട് അവൾ ചാടി അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മുടെ ആർത്തറിനും ശരിക്കും സന്തോഷമോ. ആർത്തർ പറയും ചെയ്യും, താങ്ക്സ് എൽ. ഈ സമയത്ത് തന്നെ അവളെ പിടിച്ചിട്ട് അവളുടെ കവളിലൊക്കെ അവൾ പിടിച്ച് ഇറക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ ആൾക്കാരെ ചാടി പീഡിപ്പിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്നാണ് ദൂരത്തുനിന്ന് അത് കാണുന്നത്. അവർ 2 പേര് അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ആർ തന്നെ അവരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു സൈഡിലേക്ക് നോക്കി. പക്ഷേ അവൻ പോലും പ്രതീക്ഷിക്കാതെ ആലീസും റേയും അവനെ ചാടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആർത്തർ പറയുന്നുണ്ട്, അല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ വളർത്തിയ എൻ്റെ മകൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അവനെന്ന് കെട്ടിപ്പിടിക്കാനുള്ള അധികാരം പോലും എനിക്കില്ലേ? എനിക്കറിയാടാ, നീ അവിടെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. സോ നിന്നെ ഒന്ന് ഞങ്ങൾക്ക് സമാധാനിപ്പിക്കാനുമേ. പിന്നൊരു കാര്യം, നീ ഞങ്ങളുടെ മകൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ ശരിക്കും നിങ്ങളുടെ മകൻ തന്നെയാണ്. ഈ ടൈമിൽ തന്നെ പെട്ടെന്ന് അവളുമാർ പിടിക്കുകയും ചെയ്യും. ബ്രദർ ഭൂവിനെ പറ്റി എൻ്റെ അടുക്കെ തിരക്കുന്നില്ലേ? ഭൂവോ? ഓ, അപ്പോൾ ഈ നായയുടെ പേര് ഭൂവെന്നാണല്ലേ? ഇത് കേട്ട നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആ ഒരു ബീസ്റ്റ് അവളെ ആർത്തൻ്റെ ഷോൾഡർ നോക്കി ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആർത്തർ ഒന്ന് അനങ്ങിയത് പോലും ഇല്ല. താഴത്തുള്ള ഫ്ലോർ മുഴുവൻ പൊട്ടിയിട്ടുണ്ട്. അവൻ പറയും ചെയ്യും, അപ്പോൾ ഇവന് നല്ല ടെമ്പർ ഉണ്ടല്ലേ? പെട്ടെന്ന് അവൻ നേരെ ഡൗൺ ആയി. എന്തുവാണ് ചേട്ടാ, ഭൂ ശരിക്കും കോമ്പറ്റീറ്റീവ് ആണ് ചേട്ടാ, സ്ട്രോങ്ങർ ആണെന്ന് അവൻ നോക്കിയത് മാത്രമേ ഉള്ളൂ. അല്ലല്ലേ, നിനക്ക് ഈ ബീസ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അപ്പം നീ ബോണ്ട് ചെയ്തോ? പിന്നല്ലാതെ. ആ, കൊള്ളാം. അല്ല, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? വിസ്റ്റം നിന്നോട് മെൻഷൻ ചെയ്തില്ലേ? നിങ്ങൾ പോകുന്നതിന് മുമ്പ് വിസ്റ്റമാണ് നിന്റെ ഫാമിലിക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. വിസ്റ്റം കൊടുത്തുന്നോ? അത് ഈ സ്റ്റഫ്ഡ് ആനിമലിനെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, ഒരു ബാറ്റിലേക്ക് അപ്പോൾ ഇവൾക്ക് റൈഡ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ? ആ, പിന്നെ അല്ലാതെ വിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ഇത് കുഞ്ഞു കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും വലുതായെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 2 വർഷം കൊണ്ട് ഭൂ ശരിക്കും വലുതായി. ആർത്തർ, എന്തായാലും നിന്റെ ഫാമിലി റീയൂണിയനൊക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും മുന്നിലേക്ക് പോയാലോ? ആ, പക്ഷേ ആർത്തർ, നീ പേടിക്കണ്ട. നിന്റെ ഫാമിലി എന്തായാലും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നിനക്ക് ഇത് കഴിയാൻ നേരത്ത് അവരെ വീണ്ടും കാണാൻ പറ്റുന്നതാണ്. ഓ, അങ്ങനെയാണോ? എങ്കിൽ ഓക്കെ എലി, ഞാനെങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് ആർത്തർ വീണ്ടും മുന്നിലേക്ക് നടക്കുവാണ്. ഈ സമയത്ത് തന്നെ സിൽവി പറയുന്നുണ്ട്, എന്തായാലും നിന്റെ അനിയത്തി ഇനി ഒറ്റക്കായിരിക്കത്തില്ലല്ലേ? ശരിയാണ്, അതോർക്കാൻ നേരത്ത് എനിക്കും സന്തോഷമുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ഒരു മീറ്റിംഗ് റൂമാണ്. ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല കിങ്സും ക്യൂൻസും ലാൻസും ആരും ഇല്ലേ? അല്ല, ഞാനോർത്തത് ഡയറക്ടർ ഗുഡ്സ്കെങ്കിലും ഇവിടെ കാണുമെന്നാണ്. ആർത്തർ, ശരിക്കും പറഞ്ഞാൽ നീ യുദ്ധത്തിനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ അറിയാനുണ്ട്. ആദ്യം തന്നെ സിന്തീന, അവളിപ്പോൾ കറൻ്റ് ഒരു സ്ലംബറിലാണുള്ളത്. അവൾ ആലക്രൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുള്ള ആ ഒരു കഴ്സ് ആക്ടിവേറ്റ് ആയി. എന്ത്? ആർത്തറിനാട്ടെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവന് തന്നെ മനസ്സിലായി. എല്ലാം എന്നോട് പറയാം. എന്നിട്ട് മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് അറിയുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വിസ്റ്റോമറിനും എനിക്ക് അത്യാവശ്യം ഇൻഫർമേഷൻ തന്നു. പക്ഷേ അത് ആവശ്യത്തിനുള്ളതൊന്നുമല്ലായിരുന്നു. വെറിയൻ പറഞ്ഞു വെച്ച് നോക്കാത്തത് ഗ്ലേഡിയേഴ്സ് ആയിട്ട് ഇപ്പോൾ ഡാഫ്സ് കിണ്ടത്തിലാണ്. അവർ മാക്സിമം അവരെ ട്രൈ ചെയ്യുന്നുണ്ട് വീണ്ടും ആ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. കർട്ടസും ക്യാതലിനും ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ബാറ്റിൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഫ്രണ്ട് ലൈൻസിലുണ്ട്. ഇതേ സമയം തന്നെ എൻ്റെ ഫാമിലി ക്യാസിലുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി. എന്നാൽ ഹെൽസ്റ്റിയ ഫാമിലി അങ്കിൾ വിൻസെൻറ്റും ഇപ്പോൾ നല്ല എഫേർട്ട് കൊടുക്കുന്നുണ്ട് ഈ വാറിന് വേണ്ടി തന്നെ. അല്ല, എൻ്റെ അച്ഛനും അമ്മയും ഈ വാറിൽ ജോയിൻ ചെയ്യാന്നെല്ലാം പറഞ്ഞിരുന്നു. നിൻ്റെ അച്ഛൻ എന്നോട് കാര്യം പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. നീ തിരിച്ചു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. താങ്ക്സ്. എനിക്ക് ഓർക്കാൻ പോലും മേല എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ യുദ്ധത്തിൽ. എന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്കെന്തായാലും ഈ മീറ്റിങ്ങിൻ്റെ പോയിന്റിലേക്ക് വരാം.
എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ഈ ഫാമിലി റീയൂണിയന് വേണ്ടി ആയിരിക്കത്തില്ലല്ലോ നിങ്ങൾ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ സ്വന്തം ഗ്രാൻഡ് ഡോട്ടറിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് അത്രത്തോളം ഡാർക്കറായിട്ടുള്ള അത്രത്തോളം കേബിളുള്ള ഒരു കാര്യങ്ങൾ നിനക്ക് ഇങ്ങോട്ട് പറയാനുണ്ട്. അതല്ലേ? ടെസ്സിയ ശരിക്കും അംബീഷ്യസ് ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവളുടെ സേഫ്റ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാൻ വരികയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ കടന്നാൽ പോരെ. ഞാൻ എന്തെങ്കിലും തെറ്റാണ് പറയുന്നതെങ്കിൽ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കറണ്ട് ബാറ്റിൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് ഫ്രണ്ട് ലൈൻസിലാണ്. എന്നാൽ ആ ടൈമിൽ തന്നെ അവർ ബാക്കിലേക്ക് വരുന്നുമില്ല, നമ്മളെ ഡിഫൻസിലേക്ക് നോക്കുന്നുമില്ല. അയാൾക്കയുടെ ഭാഗത്തായിട്ട് മ്യൂട്ടൻസും ഉണ്ട്, അതേപോലെ തന്നെ സോൾജേഴ്സും ബാക്കിയുള്ള ബീസ് ഗ്ലേഡേഴ്സിലുള്ള പല പല കാര്യങ്ങളുണ്ട്. സ്പൈസ് സ്ഥാപിച്ച കുറേ തന്നെ ടെലിപ്പോർട്ടേഷൻ ഗേറ്റും ആ ബീസ് ഗ്ലേഡേഴ്സിലുണ്ട്. പക്ഷേ അതത്ര ഡേഞ്ചറസ് ആയിട്ട് കൂടി അവർ ആക്ട് ചെയ്യുന്നില്ല. അത് കുറച്ച് സസ്പീഷ്യസ് ആണ്. ഒന്നെങ്കിൽ ബി സി ഗ്ലേഡേഴ്സ് അവർക്ക് പെർഫെക്റ്റ് ആയിരിക്കും, ലൈക്ക് എസ് ക്ലാസ്സും എസ് ക്ലാസ് ബീസിനെയൊക്കെ അണ്ടർ കൺട്രോൾ ചെയ്യാനായിട്ട്. എന്നാലും അത് കുറച്ചുകൂടെ സ്ട്രൈറ്റ് ഫോർവേഡ് അല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ഒന്നെങ്കിൽ നമ്മുടെ ഡിഫൻസ് തകർക്കാനായിട്ട് അവർ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാണ്. ഈ ടൈമിൽ തന്നെ വിറിയനായിട്ട് കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ടുണ്ട്. വിറിയൻ, നിന്റെ ഫേസ് കാണുമ്പോൾ തന്നെ എനിക്കിത് കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആർത്തർ, എവിഡൻസ് റീസെൻ്റ്ലിയാണ് വന്നത്. എന്തായാലും ഒരു കാര്യം കൂടെ കൺഫേം ആയിട്ടുണ്ട്. ആർത്തർ, ഇനി ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിന്റെ മേലിൽ നീ ബ്ലെയിം ചെയ്യാനായിട്ട് പാടില്ല. എന്നിട്ട് ആ ഒരു കാര്യം കൊണ്ട് ആർത്തൻ്റെ ഫ്രണ്ടിൽ നിരത്തുവാണ്. ഇത് ഡിക്കാത്തിയസ് അല്ല, ഇത് ഡിക്കാത്തിയസ് അല്ല. അതെ, നീ പറഞ്ഞതുപോലെ തന്നെ അത് ഡിക്കാത്തിയസ് അല്ല. പകരം ആലക്രേ നിന്റെ ഡിസൈൻസ് വെച്ച് യൂസ് ചെയ്ത ബിൽഡ് ചെയ്ത ഷിപ്പാണ്. അത് കാണുന്നിടത്ത് ആർത്തന് ശരിക്കും ദേഷ്യം വന്ന് പെട്ടെന്നായിരുന്നു ഒരുതൻ ഓടി വന്നിട്ട് പറയുന്നത്, കമാൻഡർ എന്തു പറ്റി? അവർ വന്നിരിക്കുന്നു. വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് അവരെല്ലാവരും വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവരിവിടെ എത്തി സാർ. ആലക്കരുടെ ഷിപ്സ് എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ആർത്തർ അവിടേക്ക് എഴുത് ഓടാൻ തുടങ്ങി. ആർത്തറിന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തിയാൽ മാത്രം മതിയായിരുന്നു. അവൻ ഓടി ആ ഒരു ഗേറ്റിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള ഗാർഡ്സ് പറയും ചെയ്യും, നിന്റെ പേരും ബിസിനസ്സും എന്താ? എന്നാൽ ആർത്തർ ഒന്നും വേണ്ടാതെ അവിടുന്ന് ഓടും. പക്ഷെ അവരായിട്ട് തടഞ്ഞു വെക്കുന്നുണ്ട്. ബാക്കിലേക്ക് മാറാൻ നോക്ക്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്ക്. ഇല്ല, ആർക്കും എല്ലാവരും വെറിയാനും അതേപോലെ ലോർഡ് അൾനീറും പറയാതെ ഇവിടെ കൂടെ ആർക്കും പോകാൻ പറ്റത്തില്ല. പിന്നെ എടുത്തു പറയേണ്ടത്, നിന്നെപ്പോലുള്ള പയ്യന്മാർക്കും ഇവിടേക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ അവരുടെ അടുത്തു നിന്നാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് തുറക്കാൻ നോക്ക്. ആരുടെ അടുത്തുനിന്ന്? കമാൻഡർ വിറിയനും ലോർഡ് അൾനീറിന്റെ അടുത്തുനിന്നോ? അത് നിന്നെപ്പോലുള്ള പയ്യനോ? ആദ്യം നീ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. ആ ടൈമിൽ തന്നെ ആർത്തർ പറയും ചെയ്യും, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞിട്ട് ആർത്തറായിട്ട് തൻ്റെ പ്രഷർ അങ്ങോട്ട് അൺലീഷ് ചെയ്യുന്ന നെക്സ്റ്റ് സെക്കൻഡ് അവർക്ക് ശ്വാസം മുട്ടാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഒരു കാര്യം പറയാം, എൻ്റെ നേരെ വഴിയിലൊന്നും പറയാൻ നേരത്ത് പെട്ടെന്ന് ലോർഡ് അൾനീർ എന്നിട്ട് പറയും ചെയ്യും, ആർത്തർ അത് മതി. ആർത്തറിന് എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കണം, വിസ്ഡം ബാക്കിയുള്ളവർ നിന്നെ പഠിപ്പിച്ചത് ഇതിനൊന്നും വേണ്ടിയല്ല. സോ ഇങ്ങനെ നീ ഒരിക്കലും സമയം കളയാൻ പാടില്ല. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മനസ്സിലായി. ഗേറ്റ് എന്തായാലും എസ്റ്റിനിലേക്ക് വെക്കാന്ന് പറഞ്ഞിട്ട് ആർത്തർ വീണ്ടും അവിടേക്ക് ഓടിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് സിന്ധിനെയാണ്. അവരുടെ 2 പേർ നിപ്പുണ്ടായിരുന്നു. നിനക്ക് ആവശ്യത്തിനേറെ ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റും, അത് പോസിബിൾ ആണ്. നിന്റെ നോളജ് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ യുദ്ധം തന്നെ ജയിക്കാൻ പറ്റും. ഡയറക്ടർ, നീ ഒന്ന് ആലോചിക്കുക, നീ ഞങ്ങളോട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവനായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നതെന്ന്. നീ പേടിക്കണ്ട, അത് കാരണം നീ മരിച്ചാലും അത് നല്ലതല്ലേ? ഒന്നുമില്ലെങ്കിലും നിന്റെ ജോലിക്ക് അതെന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. മരിക്കാനോ? പെട്ടെന്നാണ് അവൾ കണ്ണു തുറന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ലോർഡ് അൾനീർ ഈ ഒരു കേസ് ലിഫ്റ്റ് ചെയ്തു എന്നാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. അവിടെ വിറിയനും സിന്ധിനും കൂടെ നടക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അല്ലടി ഈ യുദ്ധം കഴിയാൻ നേരത്ത് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മൾ എനിമീസ് ആണ്, പക്ഷെ നമ്മളൊട്ടും എനിമീസ് അല്ല. അതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ മനസ്സിൽ വെച്ചേക്കാം. ഒന്നുമില്ലെങ്കിലും നമ്മൾ നല്ല കട്ട ഫ്രണ്ട്സ് അല്ലേ? ഓ അങ്ങനെയാണോ? അപ്പോൾ നീ എൻ്റെ ഐഡിയസ് ചോർത്താൻ വേണ്ടി വന്നതാണോ, അതോ നിനക്ക് എന്നെ ഇഷ്ടമാണോ? എന്തോടി പറയുന്നത്? ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. ഓ എനിക്കറിയാം. ഞങ്ങൾ എൽഫ്സൊക്കെ ശരിക്കും ലോയലാണ്, അല്ലാതെ മനുഷ്യരെ പോലെയൊന്നും അല്ല. അല്ല, നിനക്കെന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? കാര്യം നിന്റെ മുഖം കാണാതെ തന്നെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി, യങ്ങർ ടീമിന് വേണ്ടി എന്തെങ്കിലും ഐഡിയ? സത്യം പറഞ്ഞാൽ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഞാൻ സൈറസ് സിറ്റിയിൽ ഒരു അക്കാഡമി ഓപ്പൺ ചെയ്താലോ എന്ന് ആലോചിക്കുമായിരുന്നു. അക്കാഡമിയോ? മേജസിന് വേണ്ടിയല്ലേ? ഒരു ഫ്ലോട്ടിംഗ് സിറ്റി. കൊള്ളാം. അല്ല, നീ എന്താ പറയുന്നത്? നമുക്ക് ഈ സ്കൂൾ ഒരുമിച്ച് തുറന്നാലോ? കൊള്ളാം. എന്നിട്ട് നീ ആ സ്കൂളിൽ എന്നാ വിളിക്കും? ഗുഡ് സ്കൈ ആൻഡ് ദി എർത്ത്ലിംഗ് സ്കൂൾസ് ഓഫ് മേജസ് എന്നോ? നീ എന്തെങ്കിലും മണ്ടത്തിലെങ്ങനെന്ന് പറയല്ലേ. എന്തായാലും ഞാൻ ആ കൂട്ടത്തിലല്ല. പക്ഷെ ഒരു കാര്യം പറയാം, എൻ്റെ സ്കൂൾ അത്രയ്ക്ക് നല്ലതാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് കിഡ്സിനെയൊക്കെ ഞാൻ അവിടേക്ക് വിട്ടേക്കാം പഠിപ്പിക്കാനായിട്ട്. ഓ നീ അങ്ങനെയാണല്ലേ? എങ്കിൽ നീ കണ്ടോ, സൈറസ് അക്കാഡമി ഈ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അക്കാഡമി ആയിട്ട് കാണും. ഈ ലോകം കണ്ടതിൽ വെച്ച് തന്നെ അത് ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകും. ഓ സൈറസ് അക്കാഡമി ഇൻ സൈറസ് സിറ്റി. കൊള്ളാം. അല്ല എനിക്കെന്തായാലും അത് ഗുഡ് സ്കൈ എൻ്റെ അടുത്തില്ലെങ്കിൽ സ്കൂൾ ഓഫ് മേജ് എന്ന് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് തന്നെയല്ലേ നല്ലത്. ഓ ശരിയാണ്, എന്നോട് ക്ഷമിക്കൂ, ഞാൻ അങ്ങനെ ഓർത്തില്ല.
എന്തായാലും ഒരു കാര്യം പറയാം, നിന്റെ സൈറസ് അക്കാഡമിക്കുള്ള എല്ലാ സക്സസ്സും ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട്, പിന്നല്ലാതെ നമ്മൾ എന്തായാലും പൊളിക്കത്തില്ലേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നേരെ മുന്നിലേക്ക് നടന്നു പോകുവാണ്. പക്ഷേ അവൻ നടന്നു പോകുന്ന വഴിയാട്ടെ ചുറ്റിനും ഭയങ്കര ഒരു ഗന്ധവും അതേപോലെ തന്നെ അവിടെയുള്ള ചെടികളെല്ലാം വാടാനും തുടങ്ങി. അവളാട്ടെ അവൻ്റെ പുറകെ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ ടൈമിൽ തന്നെ അവൻ പറയുകയും ചെയ്യും, പിന്നെ ഞാൻ ശരിക്കും ഒരു ഓൾഡ് മാൻ ആയിട്ടുണ്ട് കേട്ടോ, നിനക്ക് എൻ്റെ കൂടെ കീപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? ഈ ടൈമിൽ അവളെ തന്നെ നോക്കാൻ നിർത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. അവളാട്ടെ ശരിക്കും ചോരയൊക്കെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു അലർച്ച കിട്ട് വീറിയൻ ഞെട്ടി എണീറ്റു. അവനാട്ടെ തുറന്നു നോക്കുന്നുണ്ട്. കമൻറ്റർ വീറിയൻ, അല്ല ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്കും കൃത്യമായി അറിഞ്ഞൂടാ, പക്ഷേ ഒരു ഫ്ലോറിൻ്റെ താഴത്തു നിന്ന് ഒരു വലിയൊരു ശബ്ദം കേട്ടു, ആരോ കാറുന്ന പോലെ. ഫ്ലോറിൻ്റെ താഴത്തോ? അവിടെ ആരും തന്നെ ഇല്ലല്ലോ. അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം മനസ്സിലായത്. അന്ന. പിന്നെ കാണിക്കുന്നത് ആർത്തർ ഓടുന്നതാണ്. അവൻ വീണ്ടും ഒരു ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അല്ല, നിന്റെ ബിസിനസ് എന്താണ്? ഇത് എമർജൻസി എന്നറിഞ്ഞൂടെ? ഈ സിറ്റിയിൽ നിനക്ക് വരാൻ പാടില്ല. കമാൻഡർ വിറിയനാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ആ ഡോർസ് എത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ നോക്ക്. ഓ കമാൻഡർ വിറിയൻ, അത് നിന്നെ പോലെ ഒരു ചെറിയൊരു പയ്യനെ ഇവിടേക്ക്, അത് യുദ്ധം നടക്കുന്ന ഈ സ്ഥലത്തേക്ക്. ആർത്തറിനാട്ടെ ഇതെല്ലാം കിട്ട് മടുത്തിരുന്നു. ആ ടൈമിൽ അവൻ പറയും പയ്യ, ഒരു കാര്യം ചെയ്യുക, നിന്നെപ്പോലുള്ളവർക്കൊന്നും ഞങ്ങൾ ഈ ഗേറ്റ് തുറക്കത്തൊന്നുമില്ല. ആ സമയത്താണ് ഒരു നിഴലി അവരുടെയൊക്കെ മേത്ത് വീഴാൻ തുടങ്ങിയത്. പെട്ടെന്ന് ആർത്തർ പറയും ചെയ്യും, ഓക്കെ, നിങ്ങൾ ഡോർ തുറന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങളത് തുറന്നോളെന്നും പറഞ്ഞുകൊണ്ട് ആർത്തറും സിൽവിയും കൂടെ അതും പൊട്ടിച്ച് നേരെ പുറത്തേക്ക് പറന്നിട്ടുണ്ട്. സിൽവിയുടെ രൂപം ചെറുതായിട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ മസ്കുലറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവൻ മുന്നിലോട്ട് പോകുവാണ്. ഇത് കൊച്ചിലെ ആർത്തർ അവന് പറഞ്ഞു കൊടുത്ത ആ ഒരു ബ്ലൂ പ്രിന്റിന്റെ ഒക്കെ ഐഡിയ അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആർത്തറുടെ പതുക്കെ നടന്ന് മുന്നിലേക്ക് പോകുവാണ്. പിന്നെ കാണിക്കുന്ന വിറിയനാണ്. അവൻ പറയുന്നുണ്ട്, നിനക്കൊരിക്കലും നിന്നെ ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല, എന്ത് പറ്റിയാലും നമ്മൾ മുന്നിലേക്ക് തന്നെ പോകണം. നമുക്കൊരിക്കലും നമ്മുടെ പാസ്റ്റിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ സാധിക്കും. ആ ടൈമിൽ വിറിയൻ ആ ഒരു കാഴ്ച കണ്ടു. തൻ്റെ ശരീരത്തിലെ ഫുൾ സ്ട്രെങ്ത് പോയി നേരെ താഴത്തേക്ക് മുട്ടുകുത്തി വീണു. പിന്നെ ആർത്തറാണ് പറയുന്നത്, ഞാൻ ഒരിക്കലും ഈ ലോകത്തിൻ്റെ ഒരു ഹീറോ എന്ന രീതിയിൽ എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഫൈറ്റ് ചെയ്തത് എനിക്കാവശ്യമുള്ള, എനിക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട കുറച്ചധികം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു റൂമാണ്. നമ്മുടെ സിന്ധീന മരണപ്പെട്ടിരിക്കുന്നു. അവളുടെ കേഴ്സ് കംപ്ലീറ്റ്ലി ആക്ടിവേറ്റായി അവളെ കൊന്നിരിക്കുന്നു. അത് കഴിയാൻ നേരത്ത് വിറിയനോട്ടെ വേദന കൊണ്ട് കിടന്ന് കരയുവാണ്. ഈ ടൈമിൽ തന്നെ സിൽവിയും ആർത്തറും അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ശരിയാക്കാനായിട്ട് എനിക്ക് ഇനിയും ഒരു റീസൺ കൂടിയുണ്ടെന്ന് പറയാൻ നേരത്ത് ആലക്രയുടെ 100 കണക്കിന് ഷിപ്സ് അവിടേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ സീസൺ 4 ഇവിടെ അവസാനിക്കുന്നത്.